കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും വൈവിധ്യമാർന്ന പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. എന്നാൽ മനുഷ്യവാസം വർദ്ധിച്ചതോടെ പാമ്പു കടിയേറ്റുള്ള മരണങ്ങളും ഒരു ഗൗരവകരമായ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു. പാമ്പുകളെക്കുറിച്ചും പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും താഴെ സംക്ഷിപ്തമായി വിവരിക്കുന്നു. പാമ്പുകൾ കേരളത്തിൽ 100-ലധികം ഇനം പാമ്പുകൾ ഉണ്ടെങ്കിലും അവയിൽ പ്രധാനമായും 4 ഇനങ്ങളാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത്. ഇവയെ ബിഗ് ഫോർ എന്ന് വിളിക്കുന്നു. 1. മൂർഖൻ കോബ്ര, 2. അണലി റസൽസ് വൈപ്പർ, 3. വെള്ളിക്കെട്ടൻ ക്രൈറ്റ്, 4. ചുരുട്ടമണ്ഡലി സോസ്കെയിൽഡ് വൈപ്പർ. ഇതുകൂടാതെ മലയോര മേഖലകളിൽ കാണപ്പെടുന്ന കുഴിമണ്ഡലി ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ മൂലമുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ മരണക്കണക്കുകൾ. കേരളത്തിൽ കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ആശങ്കാജനകമായ രീതിയിൽ തുടരുകയാണ്. വനം വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും വിവിധ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത് ഏകദേശം 650ഓളം പേരാണ്. പ്രതിവർഷം ശരാശരി 110 മരണങ്ങൾ എന്ന നിലയിൽ നിന്ന് സർപ്പ SARPA പോലുള്ള ആപ്പുകളുടെയും അവബോധത്തിന്റെയും ഫലമായി അടുത്ത കാലത്തായി മരണസംഖ്യയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. 2018 മുതൽ 19 വരെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ 123 റിപ്പോർട്ട് ചെയ്തത്. 2023 മുതൽ 24 വരെ കാലയളവിൽ ഇത് ഏകദേശം 34 കുറഞ്ഞു. എങ്കിലും 2026 തുടക്കത്തിൽ തന്നെ കുട്ടികളടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രഥമ ശുശ്രൂഷ. പാമ്പ് കടിയേറ്റാൽ പരിഭ്രമിക്കാതെ കൃത്യസമയത്ത് ചികിത്സ നൽകുക എന്നതാണ് പ്രധാനം. അനങ്ങാതെ വിശ്രമിക്കുക. കടിയേറ്റ ആളെ അധികം ചലിപ്പിക്കരുത്. ശരീരമാസകലം വിഷം വേഗത്തിൽ പടരാൻ ചലനം കാരണമാകും. മുറിവ് വൃത്തിയാക്കുക. കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് സാവധാനം കഴുകുക. ആഭരണങ്ങൾ മാറ്റുക. നീര് വരാൻ സാധ്യതയുള്ളതിനാൽ കടിയേറ്റ കൈകാലുകളിലെ മോതിരം, വള, വാച്ച് എന്നിവ ഉടൻ മാറ്റണം. സമാധാനിപ്പിക്കുക. പേടി കാരണം ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് വിഷം വേഗത്തിൽ പടരാൻ ഇടയാക്കും. അതിനാൽ രോഗിക്ക് മാനസിക പിന്തുണ നൽകുക. ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. ആന്റിവെനം സൗകര്യമുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ, പ്രധാനമായും താലൂക്ക് ജില്ലാ ആശുപത്രികൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഉടൻ എത്തിക്കുക. ചെയ്യാൻ പാടില്ലാത്തവ. കടിയേറ്റ ഭാഗത്ത് മുറിമുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയാൻ ശ്രമിക്കരുത്. വായിട്ട് വിഷം വലിച്ചെടുക്കാൻ നോക്കരുത്. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ മുറുക്കിക്കെട്ടരുത്. ഇത് രക്തയോട്ടം തടഞ്ഞ് ആ ഭാഗം ചീഞ്ഞു പോകാൻ കാരണമാകും. മന്ത്രവാദത്തിനോ നാട്ടുവൈദ്യത്തിനോ വേണ്ടി സമയം പാഴാക്കരുത്. ഓർക്കുക, പാമ്പ് കടിയേറ്റാൽ ആദ്യത്തെ 1 മണിക്കൂർ ഗോൾഡൻ അവർ വളരെ നിർണായകമാണ്. ശാസ്ത്രീയമായ ചികിത്സയിലൂടെ മാത്രമേ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ.